ശ്രീ ആർ വി ബാബു, കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കക്ക് വിനീത വിധേയരായി പ്രവർത്തിക്കുന്നു എന്ന് സ്ഥിരം ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിൻ്റെ നേതാവും മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ പി ചിദംബരമാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മുംബൈ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാതിരുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ്. മാത്രമല്ല, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിലപാട് അതിന് ഒരു കാരണമായി. അവർ ഒരു തിരിച്ചടിക്ക് അനുകൂലമായിരുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ബ്രിഗേഡിയർ നീഷേ ബാലൻ, അദ്ദേഹം അന്ന് സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, സൈന്യം സുസജ്ജമാണ്, വിദേശകാര്യ മന്ത്രാലയത്തിന് എതിർപ്പൊന്നും ഇല്ല. പക്ഷേ എവിടെയോ കീഴടങ്ങേണ്ടി വന്നു. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക്, അത് ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ താല്പര്യങ്ങൾ കൂടിയായിരിക്കാം കീഴടങ്ങേണ്ടി വന്നത്. എന്താണെങ്കിലും ഒരു മുൻ ആഭ്യന്തരമന്ത്രിയാണ് ഇങ്ങനെയൊരു തുറന്ന പറച്ചിലിന് തയ്യാറായിരിക്കുന്നത്. ഇത് കുമ്പസാരമാണോ? എന്താണ് വായിച്ചെടുക്കേണ്ടത്? ചിദംബരത്തിൻ്റെ വാക്കുകളിൽ നിന്ന് എന്താണ് വായിച്ചെടുക്കേണ്ടത്? ചിദംബരം ഇന്ന് വെളിപ്പെടുത്തിയ കാര്യം നമുക്ക് അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഒരു രാഷ്ട്രം അതിൻ്റെ അന്തസ്സ്, അഭിമാനം പണയപ്പെടുത്തുക, അത് മറ്റു രാജ്യങ്ങളുടെ കാൽക്കൽ അടിയറ വയ്ക്കുന്ന ഒരു സമീപനം 10 വർഷക്കാലം ഭാരതം ഭരിച്ച ഒരു ഗവൺമെന്റ് എടുത്തു എന്നുള്ളത് ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് നമ്മയൊക്കെ ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ചിദംബരം അടക്കമുള്ള അന്നത്തെ ഭരണാധികാരികൾ ഈ കാര്യത്തിൽ രാഷ്ട്രത്തോട് മാപ്പ് ചോദിക്കേണ്ടതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന ഭീകരാക്രമണങ്ങളിൽ ഏറ്റവും രൂക്ഷമായതും നമ്മുടെ ഭാരതത്തിന്റെ നെഞ്ച് കീറുന്ന തരത്തിൽ ഏറ്റവും ഭീകരമായതുമായിട്ടുള്ള ഒരു ആക്രമണമാണ് 26/11 നമ്മുടെ ബോംബെയിൽ നടന്നത്. 3-4 സ്ഥലങ്ങളിലായിട്ട് നടന്നു. 168ഓളം പേര് കൊല്ലപ്പെട്ടു. രാജ്യം ഞെട്ടിത്തരിച്ചൊരു സന്ദർഭമായിരുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്ലാമിക ഭീകര സംഘടനകളാണ്. പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ളൊരു ഭീകരവാദമാണ് നടന്നത് എന്നുള്ളതൊക്കെ അപ്പോഴേ തന്നെ അറിയാമായിരുന്നു. പക്ഷെ അരുൺ നമ്പ്യാറിന് ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അതൊരു ഹിന്ദു ഭീകരാക്രമണമാണ് എന്ന് വരുത്താൻ ഒരു ശ്രമം അന്ന് നടന്നിരുന്നു. ഭാഗ്യവശാൽ അജ്മൽ കസബിനെ ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് അത് ഇസ്ലാമിക ഭീകരവാദമാണ് എന്ന് അന്ന് UPA സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ അത് പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ അങ്ങനെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ മലേഗാവ് സ്ഫോടനം, അല്ലെങ്കിൽ മെക്ക മസ്ജിദ് സ്ഫോടനം, സംജോത എക്സ്പ്രസിലെ സ്ഫോടനം, ഇങ്ങനെയൊക്കെയുള്ള സ്ഫോടനങ്ങൾ ഹിന്ദു ടെററിസമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച പോലെ ഈ ബോംബെ താജ് സ്ഫോടനം അടക്കമുള്ള ഭീകരാക്രമണത്തെ ഒരു ഹിന്ദു ടെററിസമായിട്ട് അന്ന് ഇവർ കൊണ്ടുവന്നേനെ. പക്ഷെ നമ്മുടെയൊക്കെ ഭാഗ്യവശാൽ അജ്മൽ കസബിനെ ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഭാഗ്യമുണ്ട് എന്ന് വേണം പറയാൻ. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇപ്പോ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാന്റെ താല്പര്യത്തിന് കീഴ്പ്പെട്ടു എന്ന് തന്നെയാണ്. അമേരിക്ക എല്ലാ കാലത്തും പാകിസ്ഥാന്റെ സംരക്ഷകരോ പാകിസ്ഥാൻ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രം നിലപാടുകൾ എടുക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോ അക്കാലത്ത് അത് പ്രത്യേകിച്ചും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു യുദ്ധം ഒഴിവാക്കാൻ ഇന്ത്യക്ക് നേരിട്ട അപമാനം, ഇന്ത്യക്ക് നേരിട്ട അഭിമാനക്ഷതം, അത് ആ കയ്പ് കുടിച്ചിറക്കുക. നിങ്ങൾ ഭാരതത്തിന്റെ അഭിമാനത്തിനും ഭാരതത്തിന്റെ ആത്മാഭിമാനത്തിന് ഒരു വിലയും കൊടുക്കേണ്ടതില്ല എന്ന അമേരിക്കൻ തിട്ടൂരത്തിന്റെ മുന്നിൽ നമ്മുടെ ഭരണകൂടം കീഴടങ്ങി എന്നുള്ള ഏറ്റവും ലജ്ജാകരമായ കാര്യം അതാണ് അന്ന് നടന്നത്. ഇവിടെ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാര് അവര് ഇപ്പോൾ ഈ പഹൽഗാമിലെ ആക്രമണം, നമുക്കറിയാം പഹൽഗാമിൽ ആക്രമിച്ചത്
നമ്മുടെ അതിർത്തി സംസ്ഥാനത്താണ്, എന്ന് വെച്ചാൽ കാശ്മീരിലാണ്. അന്ന് ബോംബെയില്, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഹൃദയഭാഗത്തേക്ക് കടന്നു വന്നിട്ടാണ് അന്ന് ഭീകരവാദം നടപ്പാക്കിയതെങ്കിൽ ഇന്നിപ്പോ നമ്മുടെ അതിർത്തിയിൽ കാശ്മീരിൽ പഹൽഗാമിലാണ് ഈ ആക്രമണം നടത്തി 26 പേരെ കൊലപ്പെടുത്തിയത്. എങ്ങനെയാണ് രാജ്യം പ്രതികരിച്ചത്? നമ്മുടെ കൺമുമ്പിലുണ്ട്. പാകിസ്ഥാന് അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇതിനു മുൻപ് 71 യുദ്ധത്തിൽ പാകിസ്ഥാനെ രണ്ടാക്കി വെട്ടിമുറിച്ച ബംഗ്ലാദേശ് യുദ്ധത്തിന്റെ ആ കാലഘട്ടം മാറ്റി നിർത്തിയാൽ പിന്നീടുള്ള ഈ ചരിത്രത്തിൽ 71 മുതലുള്ള കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ പാകിസ്ഥാൻ ഇത്രയും ഭീകരമായ ഒരു തിരിച്ചടി ഒരു കാലത്തും കിട്ടിയിട്ടുണ്ടാവില്ല. അത്രയും. അതുകൊണ്ടാണ് പാകിസ്ഥാൻ അമേരിക്കയോട് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുകയും യുദ്ധം നിർത്താൻ വേണ്ടി ഭാരതത്തോട് കെഞ്ചുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. ഇത് പഹൽഗാമിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഒരു രാജ്യം എങ്ങനെ പെരുമാറണം ഭീകരവാദത്തോട്, നമ്മുടെ രാജ്യത്തിന് നേരെ വരുന്ന നമ്മുടെ ആത്മാഭിമാനത്തെ, നമ്മുടെ രാഷ്ട്രത്തിന്റെ അന്തസ്സിനെ ഒക്കെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ രാജ്യം എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് പുൽവാമ ആക്രമണം ഉണ്ടായപ്പോൾ നമ്മൾ കാണിച്ചു കൊടുത്തതാണ്. പാലേക്കാട്ട് എയർ സ്ട്രൈക്കിലൂടെ പാകിസ്ഥാന്റെ പാക് കാശ്മീരിൽ അടക്കമുണ്ടായിരുന്ന ടെററിസ്റ്റ് ക്യാമ്പുകളെ തകർത്തുകൊണ്ട് നമ്മുടെ രാജ്യം പാകിസ്ഥാനും ലോകത്തിന് മുമ്പിൽ ഭാരതം എന്താണെന്ന് അന്ന് കാണിച്ചു. അതിനു മുൻപ് ഉറി ആക്രമണത്തില് സർജിക്കൽ സ്ട്രൈക്കിലൂടെ അന്നും നമ്മൾ ലോകത്തിന് മുമ്പാകെ ഭാരതത്തിന്റെ സമീപനം എന്താണ് എന്ന് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കാണിച്ചു. എന്നാൽ UPA കാലം എന്ന് പറഞ്ഞാൽ അത് ഭീകരവാദത്തോട് വളരെ മൃദുവായ സമീപനം സ്വീകരിച്ച ഒരു കാലഘട്ടമാണ്. നിരന്തരമായിട്ട് ഭീകരാക്രമണങ്ങൾ പാർലമെന്റ് ആക്രമണം വാജ്പേയിയുടെ കാലത്താണ് നടന്നത്. പക്ഷെ അതിനുശേഷം തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് ഇസ്ലാമിക ഭീകര ആക്രമണം മാലപ്പടക്കം പൊട്ടുന്ന പോലെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് പൊട്ടുകയുണ്ട്. ബോംബെയിലെ നിരവധി ട്രെയിനുകളിൽ ബോംബ് സ്ഫോടനം, ജയ്പൂരില്, ബാംഗ്ലൂരില്, ചെന്നൈയില്, രാജ്യത്തിന്റെ പല ഭാഗത്തും, ഹൈദരാബാദില്, രാജ്യത്തിന്റെ പല ഭാഗത്തും സ്ഫോടനങ്ങൾ. അപ്പൊ ഇതൊക്കെ അന്ന് ഇസ്ലാമിക ഭീകരവാദത്തെ അടിച്ചമർത്തുന്നതിൽ, അതിനൊരു കർശനമായ നിലപാടെടുക്കുന്നതിൽ വളരെ മൃദുവായ ഒരു സമീപനം, ഒരു ഇസ്ലാമിക ഭീകരവാദത്തെ പ്രീണിപ്പിച്ചു നിർത്തുന്ന ഒരു സമീപനം ആയിരുന്നു UPA സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നത്. ഇപ്പൊ ചിദംബരം യഥാർത്ഥത്തിൽ ഈ ബോംബെ ആക്രമണത്തിന് ശേഷം 3ാമത്തെ ദിവസമാണ് അദ്ദേഹം ഹോം മിനിസ്റ്ററായിട്ട് ചാർജ് എടുക്കുന്നത്. അതിനു മുൻപ് ശിവരാജ് പട്ടീലായിരുന്നു. ശിവരാജ് പട്ടീലിന് രാജിവെക്കേണ്ടി വന്നു. അതിനെ തുടർന്നാണ് പിന്നെ ഹോം മിനിസ്റ്ററായിട്ട് ചിദംബരം ചാർജ് എടുത്തത്. അപ്പോ യഥാർത്ഥത്തിൽ UPA കാലം എന്ന് പറഞ്ഞാൽ UPA ആ 10 വർഷം നമ്മുടെ രാജ്യത്തിന്റെ ഭീകരവാദത്തിന്റെ അഴിഞ്ഞാട്ടം നടന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഗവൺമെന്റ് എടുത്ത നിലപാട് 2 തരത്തിലാണ് ഗവൺമെന്റ് എടുത്തത്. ഒന്ന്, ഇസ്ലാമിക ഭീകരവാദത്തോട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദത്തോട് ഒരു മൃദു സമീപനം സ്വീകരിക്കുകയും, മറുഭാഗത്ത് ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ന്യായീകരിക്കാനും അതിനെ വെള്ളപൂശാനും തക്ക രീതിയിലുള്ള ഒരു മറുഭീകരവാദം, ഒരു ഹിന്ദു ഭീകരവാദം നമ്മുടെ രാജ്യത്തുണ്ട്. ഒരു സഫ്രോൺ ടെററിസം, കാവി ഭീകരവാദം, ഹിന്ദു ഭീകരവാദം എന്ന ഒരു മറുവാദം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നത് ചിദംബരം പോലുള്ള ആളുകളാണ്, രാഷ്ട്രീയ നേതാക്കന്മാരാണ്. അന്ന് നടന്ന ഈ പറഞ്ഞ മലേഗാവ് സ്ഫോടനമടക്കമുള്ള ഭീകരാക്രമണത്തിൽ വളരെ ആസൂത്രിതമായി ഹിന്ദുക്കളായിട്ടുള്ള ആക്ടിവിസ്റ്റുകളെ, ഹിന്ദുക്കളായിട്ടുള്ള ഹൈന്ദവരായിട്ടുള്ള സംഘടനാ പ്രവർത്തകരെ ഒക്കെ പ്രതികളാക്കി. അങ്ങനെയാണ് പ്രജ്ഞാ സിംഗ് പ്രതിയാവുന്നത്, അസീമാനന്ദയെ പോലുള്ളവരെ പ്രതിയാക്കുന്നത്, കേണൽ പുരോഹിതിനെ പ്രതിയാക്കിയത്. അദ്ദേഹം മിലിറ്ററിയുടെ തന്നെ ഇന്റലിജൻസിന്റെ ഭാഗമായിരുന്നു. അവരെ പോലുള്ളവരെ മുഴുവൻ പ്രതിയാക്കി. ഒടുവിൽ ഈ കഴിഞ്ഞ മാസമാണ് മലേഗാവ് സ്ഫോടനത്തിലെ കേസിലെ പ്രതികളെ മുഴുവൻ പേരെയും വിട്ടയച്ചുകൊണ്ട് ഗവൺമെന്റ് ആസൂത്രിതമായി ഇത്തരത്തിലുള്ള ആളുകളെ പ്രതികളാക്കാൻ ശ്രമിച്ചു എന്ന കോടതിക്ക് തന്നെ പറയേണ്ടി വന്നത്. ഒരു തെളിവുമില്ലാതെ മലേഗാവ് സ്ഫോടനത്തിൽ ആസൂത്രിതമായി ഈ പറയുന്ന ആളുകളെ പ്രതികളാക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. ഇത് നമുക്ക് ഒട്ടനവധി കേസുകൾ കാണാം. ഒരു ഹിന്ദു ടെററിസം ഉണ്ട് എന്ന് വരുത്താൻ ആസൂത്രിതമായി ശ്രമിച്ചു. ഇത് ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് RVS മണി എന്നാണ്. അദ്ദേഹം മിത്ത് ഓഫ് ഹിന്ദു ടെറർ എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഓട്ടോബയോഗ്രഫി പോലുള്ള ഒരു പുസ്തകമാണ്. ഞങ്ങൾക്കൊരു അഭിമുഖവും തന്നിരുന്നു അദ്ദേഹം, ജനൻ ടിവിക്ക് ഒരു അഭിമുഖവും തന്നിരുന്നു. അതിൽ കൃത്യമായിട്ട് അദ്ദേഹം എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതെ, അത് എങ്ങനെയാണ് ഈ ഹിന്ദു ടെററിസം എന്ന ഒരു നരേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന്
ഇസ്ലാമിക ഭീകരവാദത്തിനെ ന്യായീകരിക്കാനോ വെള്ളപൂശാനോ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു തുലനപ്പെടുത്തുക എന്നുള്ള ദൃഷ്ടിയിൽ ഈ ഹിന്ദു ടെററിസം എന്ന വാദം കൊണ്ടുവന്നതെന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ആസൂത്രിതമായിട്ട് രണ്ട് തരം, ഒന്ന് ഇസ്ലാമിക ഭീകരവാദത്തോടൊരു അപ്പീസ്മെന്റ്, ഇസ്ലാമിനോട് പൊതുവെ ഉള്ള ഒരു അപ്പീസ്മെന്റ് ഈ ഗവൺമെന്റ് കൊണ്ടുവന്നു, ഇസ്ലാമിക ഭീകരവാദത്തോടൊരു മൃദു മനോഭാവം കൊണ്ടുവന്നു. മറുഭാഗത്ത് അതിനെ ന്യായീകരിക്കാനും പൊതുജനങ്ങളുടെ വികാരം ഇസ്ലാമിക ഭീകരവാദത്തോട് ഉയർന്നു വരുന്നതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇപ്പുറത്തേക്ക് ഒരു ഹിന്ദു ഭീകരവാദം ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ആസൂത്രിതമായ ശ്രമം ഉണ്ടായി. ഇത് രണ്ടും നമ്മൾ ഇപ്പൊ ഇത് നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ നമ്പ്യാർ. ഇപ്പൊ ഈ ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരുന്നു, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നു, ഒരു സൂപ്പർ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ആ സമയത്ത്. ഒരു സൂപ്പർ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ. ഈ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു എക്സ്റ്റേണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് എന്ന് പറയാവുന്ന ഒരു ബാഹ്യ ഭരണഘടനാ പദവി ഫോഴ്സ് വഹിച്ച ആരായിരുന്നു? UPAയുടെ അഡ്വൈസറി ചെയർപേഴ്സൺ എന്നുള്ള നിലയ്ക്ക് സോണിയാഗാന്ധി. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ താല്പര്യങ്ങൾ മുഴുവൻ ബലികഴിച്ചുകൊണ്ട് ഈ ആഭ്യന്തര വകുപ്പിന്റെ അടക്കം പ്രധാനമന്ത്രിയുടെ അടക്കം ഏത് ഫയലും ഏത് സമയത്തും വിളിച്ചു വരുത്താൻ അധികാരമുണ്ടായിരുന്ന ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആയിട്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവർത്തനം അത് നമ്മുടെ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അപ്പോ ഇതൊക്കെ തമ്മിൽ നമ്മൾ കൂട്ടി വായിക്കണം. ഇത് വെറുതെ അങ്ങ് വായിച്ചാൽ പോരാ. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അന്നത്തെ ആ 10 വർഷക്കാലം എന്ന് പറയുമ്പോൾ ഈ രാജ്യം എവിടെയൊക്കെ വിട്ടുവീഴ്ച ചെയ്തു, ആരുടെയൊക്കെ മുമ്പിൽ എക്സ്റ്റേണൽ പ്രഷറിനേക്കാൾ അകത്തു നിന്നുള്ള സമ്മർദ്ദം മൂലമായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടി വന്നത്. പ്രത്യാക്രമണം വേണ്ട തൽക്കാലം. നേരത്തെ ശ്രീ നിഷേ ബാലൻ ചൂണ്ടിക്കാണിച്ചതുപോലെ എന്നിട്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തെ കുറ്റപ്പെടുത്തുക, നമ്മുടെ സൈന്യത്തെ കുറ്റപ്പെടുത്തുക, അങ്ങനെ വളരെ ഒരു തന്ത്രം സ്വീകരിക്കുക, അതായിരിക്കും സംഭവിച്ചത്. ഈ പറഞ്ഞതുപോലെ ഒരു മേഡം സൂപ്പർ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായും അവരുടെ നയസമീപനങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പിന്നെ മൻമോഹൻ സിംഗ് ഒരു പപ്പറ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നല്ലോ. അതെ, ഇതിനകത്ത് നമ്മള് ഈ പറയുന്ന ആദ്യത്തെ 5 വർഷക്കാലം ആരായിരുന്നു പ്രതിരോധ മന്ത്രി എന്ന് ഓർമ്മയുണ്ടോ? അതെ, അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ പ്രസംഗം നമുക്ക് ഓർമ്മയില്ലേ? അതായത് സൈന്യം കോൺഫിഡന്റ് ആയിരുന്നു, സൈന്യം സുസജ്ജമായിരുന്നു, സൈന്യം നിലവിലുള്ള സ്ട്രക്ചർ വെച്ചിട്ട് തന്നെ പോരാടാൻ തയ്യാറുള്ള സൈന്യമാണ് എല്ലാ കാലത്തും ഭാരതത്തിന്റെ സൈന്യം. പക്ഷേ നമ്മുടെ നേതൃത്വത്തിന് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ആ കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്നുള്ളത് സമ്മതിച്ചത് ആരായിരുന്നു? AK ആന്റണി പാർലമെന്റിൽ. എന്തുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റിൽ പോലും ഡിഫൻസിന്റെ ബഡ്ജറ്റിൽ വിഹിതം വെട്ടിക്കുറച്ച് മിലിറ്ററിക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ്, തോക്ക് അടങ്ങും വെടിയുണ്ടയുടെ പോലും ക്ഷാമം ഉണ്ടായിരുന്നു എന്ന് സമ്മതിച്ചത് ശ്രീ AK ആന്റണിയാണ്. നമ്മൾ മറക്കാൻ പാടില്ല. ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളത് നമ്മുടെ അതിർത്തി മേഖലയിലേക്ക് വേണ്ട എന്ന് തീരുമാനിച്ചത് സർക്കാരിന്റെ പോളിസി ആയിരുന്നു എന്ന് പ്രഖ്യാപിച്ചത് AK ആന്റണിയാണ്. നമ്മുടെ ചൈനീസ് മേഖലയിലേക്ക് അല്ലെങ്കിൽ ചൈനയുടെ അതിർത്തി മേഖലയിലേക്ക്, പാകിസ്ഥാൻ അതിർത്തി മേഖലയിലേക്ക് ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് പണം മുടക്കണ്ട എന്ന് തീരുമാനിച്ചത്. അപ്പൊ ഇത്തരത്തിൽ വളരെ ഗുരുതരമായ നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തെ വീക്കൺ ചെയ്യുന്ന തരത്തിൽ ഒരു പോളിസി അക്കാലത്തെ UPA ഗവൺമെന്റിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. നമ്മുടെ രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു 10 വർഷക്കാലം, ഇത് ഡാർക്കൻ ഇറ ഓഫ് ഭാരതം എന്ന് പറയേണ്ടി വരും. ഒരു ഇരുണ്ട കാലഘട്ടം. അതാണ് UPA സർക്കാരിന്റെ 10 വർഷം എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.